നമ്മളെപ്പോഴും പറയുന്നില്ലേ പഴഞ്ചൊല്ലുകള്. ആ കറക്റ്റ്. ആ അങ്ങനെ 5 എണ്ണം പറയണം. തെറിയൊന്നും പറയുന്നത്. എന്താ പേരെന്തുവാ? അതുപോലെ പറയണം. വിൻസെന്റ് ജോർജ്. ആ 5 പഴഞ്ചൊല്ല് പറയണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാര ഭാഷയിലൊക്കെ വരുന്നതാണ് പഴഞ്ചൊല്ലുകൾ. അപ്പൊ അതുപോലെ പറ. ഒന്നേന്ന് പറ. വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് ചേര വെച്ച പോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഇവരെല്ലാം അങ്ങ് പോയോ? എടുക്കാൻ വേണം, കഷത്തിരിക്കുന്ന പോവുകയും ചെയ്യല്ലേ. 3. പിന്നെന്താ? പാലം കടക്കോളം രാമായണ പാലം കടന്നു കഴിഞ്ഞ് പുരായണ. പാലം കടക്കോളം നാരായണ രാമായണ. പാലം കടന്നാൽ പുരായണ. രാമായണൻ അപ്പൊ വേറെ. അപ്പൊ 4 ആയുള്ളൂ. പിന്നെന്തായിരുന്നു? ഇവിടെ സഹായിക്കാൻ നിന്നവരെല്ലാം ഓടിയല്ലോ. ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ? ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിന് മുമ്പൊരു പൈര്. കറക്റ്റ്. 5 എണ്ണം പറഞ്ഞ് ഒപ്പിച്ചു. നമ്മൾ വിചാരിച്ചത് നമ്മുടെ ഈ തലമുറയില് പുതിയ പിള്ളേരെ സംബന്ധിച്ച് അവർക്ക് ചിലപ്പം തെറ്റും. പക്ഷെ നമ്മുടെ കുറച്ചുകൂടെ നമ്മളെ ആ ജനറേഷന് ആവശ്യം പോലെ ഇതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ള. അപ്പൊ നമ്മുടെ ഓട്ടോ ചേട്ടന്മാരോട് ചോദിച്ചിട്ട് ഒരാൾ പോലും പറഞ്ഞില്ല. എന്തായാലും എന്തോ പേര്? വിൻസെന്റ് ജോർജ്. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. എന്ത് ചെയ്യുന്നു? ഞാൻ സിവിലാണ്, ബിൽഡിംഗ് ഡിസൈനറാണ്. ഗവൺമെന്റ് ലൈസൻസ് ചെയ്യാം. ചെറിയ ഓഫീസ് ഇട്ടേക്കുക. പിന്നെ ഫിലിം ഫീൽഡ്, ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ആൽബങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അഭിനയിച്ചാണ് നായകനായിട്ട്. പിന്നെ ഷോർട്ട് ഫിലിം ഒക്കെ ഡയറക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സംവിധായകനാണ്, അഭിനയിച്ചിട്ടുണ്ട്. ഏത് സിനിമ? സൂത്രക്കാരനകത്ത് ലാലു ലക്ഷമൊക്കെ ആയിട്ടുള്ള. അപ്പം നടനാണ്, സിനിമാ നടനാണ്, ചെറിയ സംവിധായകനാണ്. അപ്പം ഒരു നമ്മുടെ ഈ യാത്രക്കിടെ ഒരു കലാകാരനെ കൂടി കണ്ടെത്തി. സെന്റ് ജോർജിന് ഒരു സമ്മാനമുണ്ട്. റോജു ഹട്ട് മെൻസ് വെയർ, പന്തളം ജെൻസിൽ തന്നെയുള്ള കടയാണ്. അപ്പോൾ അവര് റോജു ഹട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു സമ്മാനം. അപ്പോൾ ഓക്കെ.